ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ബോക്സിംഗ് വീഡിയോ ചെയ്തിട്ട് കുറേയായി. ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് ബോക്സിംഗ് മൂവ്മെൻറ്റ്, അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഫുഡ് വർക്ക്, അതായത് ഒരു ബിഗിനർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമുക്ക് ആ ബിഗിനർ സ്റ്റേജിൽ നിന്ന് കുറച്ചുകൂടെ അതിനെ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാം. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ എഗെയിൻ കുറച്ചുകൂടെ ചേഞ്ചസ് എല്ലാം വരുത്തി ഇതിനെ ഒന്നുകൂടെ ഇങ്ങനെ ചെയ്താൽ പെർഫെക്റ്റ് ആകും എന്നുള്ള രീതിയിലുള്ള കുറച്ച് സെക്ഷൻസാണ് ഇനി വരുന്ന വീഡിയോസിലുണ്ടാവുക. നമ്മളിന്നിവിടെ നോക്കുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകളാണ്. ഈ പിവോട്ട് മൂവ്മെൻറ്റ്സ്, അതേപോലെ ഡിഫെൻസീവ് മൂവ്മെൻറ്റ്സ്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രഷർ സ്റ്റേജിൽ എങ്ങനെ നമുക്ക് എസ്കേപ്പ് ചെയ്യാം, അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ഫസ്റ്റ് തിങ്, പിവോട്ട്. ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിവോട്ട് എന്ന് പറയുന്നത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഒപ്പണൻ്റെ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിവോട്ട് തന്നെ ലെഫ്റ്റും റൈറ്റും സ്റ്റൈലിലേക്കും മാറി മാറി ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒപ്പണൻ്റ് എങ്കിൽ ഇമാജിൻ ചെയ്യുക, ഇതാണ് എൻ്റെ ഒപ്പണൻ്റ്. നിങ്ങൾ റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റിലേക്ക് ലെഗ് വെക്കുക, ബോൾ ഓഫ് ദ ഫുട്ടിൽ ലെഗിനെ ടിൽറ്റ് ചെയ്യുക ആൻഡ് സൗത്ത് പോന്ന് എഗെയിൻ ഓർത്തഡോക്സിലേക്ക് വരിക. ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലിപ്പ് ചെയ്യുക, കാലിനെ തിരിക്കുക, എഗെയിൻ എന്താണോ നിങ്ങൾ അടുത്ത ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ചെയ്യുക. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൽ പലർക്കും സംശയമുണ്ട്, പിവോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണോ ചെയ്യുക? പിവോട്ട് എന്ന് പറയുന്നത് 90 ഡിഗ്രിയിൽ തിരിയണം അല്ലെങ്കിൽ ഇന്ന ഡിഗ്രി തിരിയണം എന്നൊന്നും അവിടെ ഒരു പ്രത്യേക റൂൾസ് ഒന്നുമില്ല. പിവോട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക എന്നൊരു മീനിങ് മാത്രമേ അതിനുള്ളൂ. നിങ്ങളുടെ ഒപ്പണൻ്റ് നിങ്ങൾക്കെതിരെ ചെയ്യുന്ന പഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പണൻറ്റിൻ്റെ നേരെ പഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഏതാണോ ആംഗിൾ വേണ്ടത് ആ ആംഗിളിലേക്ക് നിങ്ങളുടെ ലെഗിനെ ഏത് രീതിയിൽ വെക്കണം എന്നുള്ളത് മാത്രമാണ് അവിടെ മാറ്റർ ആയിട്ടുള്ളത്. അതല്ലാണ്ട് ഈ വലത്തേക്കാൽ ഇങ്ങനെ വെക്കണം, വലത്തെ സൈഡിലേക്ക് വലത്തേക്കാൽ ഇങ്ങനെ, ഇടത്തെ സൈഡിലേക്ക് ഇടത്തേക്കാൽ ഇങ്ങനെ വെക്കണം, അത്തരത്തിലുള്ള റൂൾസ് ഒന്നും ഈ ഒരു കാര്യത്തിൽ ഇല്ല. ഇപ്പം നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, എൻ്റെ നേരെ 1 എന്ന് ജാബ് എന്ന പഞ്ച് വന്നു. ഈ ജാബ് എന്ന പഞ്ച് വരുന്ന സമയത്ത് എനിക്കിതിന് കൗണ്ടർ പഞ്ച് ചെയ്യണം. ഈ കൗണ്ടർ പഞ്ച് എന്നുള്ള സെക്ഷനെല്ലാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഫുട് വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഫുട് വർക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം പറഞ്ഞു വന്നത്, ജാബ് എന്നൊരു പഞ്ച് എൻ്റെ നേരെ വന്നു. ഈ ജാബ് എന്ന പഞ്ചിനെ പൊതുവെ നമുക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ചെയ്യാം, ഡെക്ക് ചെയ്യാം, ക്യാച്ച് ചെയ്യാം, പാരി ചെയ്യാം. ഇത്തരത്തിലുള്ള ഡിഫെൻസീവ് മൂവ്മെൻറ്റ്സുകളെല്ലാം യൂസ് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാം. ഇത് തന്നെ എനിക്ക് അങ്ങോട്ടൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യണം, അവിടെ എനിക്ക് പിവോട്ട് എന്ന മൂവ്മെൻറ്റ് ഉപയോഗിക്കാം. പക്ഷേ ഇത്തരത്തിൽ ഒരു 90 ഡിഗ്രി പിവോട്ടൊന്നും എനിക്ക് യൂസ് ചെയ്യേണ്ട. എനിക്ക് സ്ലൈറ്റ് ആയിട്ട്, അതായത് ഒരു 20 അല്ലെങ്കിൽ ഒരു 30 ഡിഗ്രി മാത്രം ആംഗിൾ കട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, ഇമാജിൻ ചെയ്യുക, ജാബ് എന്ന പഞ്ച് വരുന്നു, ഞാൻ സ്ലിപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ എൻ്റെ റൈറ്റ് ലെഗിനെ വളരെ ലൈറ്റായിട്ട് ഞാൻ എൻ്റെ റൈറ്റ് ലെഗ് എടുത്ത് വെക്കുന്നു, പഞ്ചിനെ ഈ സൈഡിൽ കൂടെ നമുക്ക് മിസ് ചെയ്യുന്നു ആൻഡ് പഞ്ച്. ഈ ചെയ്തതും ഒരു രീതിയിലുള്ള പിവോട്ടാണ്. നമ്മൾ ഒരുപാട് മൂവ് ചെയ്യുന്നതല്ല, സ്ലൈറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുള്ളൂ. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇതാണ് എൻ്റെ ഒപ്പണൻ്റ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു റൈറ്റ് ലെഗിന് എടുത്ത് വെച്ച് പോകാൻ. നിങ്ങൾ എന്തിനു റൈറ്റ് ലെഗ് എടുത്ത് വെച്ച് പോകണം? പിവോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൗണ്ടർ പഞ്ച് ചെയ്യണം. 4 എന്ന പഞ്ചാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. എൻ്റെ നേരെ ഇയാൾ 1 എന്ന പഞ്ച് ചെയ്തു. ഈ 1 എന്ന പഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് സ്ലിപ്പ് ചെയ്ത് ഇൻസൈഡ് എത്താൻ പറ്റി. എൻ്റെ ഒപ്പണൻറ്റിൻ്റെ ഇൻസൈഡ് എനിക്ക് എത്താൻ പറ്റി. എനിക്കിവിടെ പഞ്ച് ചെയ്യാം, എനിക്കിവിടെ ഹുക്സ് അടിക്കാം, ബോഡി ഷോട്ട് അടിക്കാം. ഞാൻ റൈറ്റ് ലെഗിനാണ് ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. ഒപ്പണൻറ്റ് എൻ്റെ നേരെ ജാബ് എന്ന പഞ്ച് ചെയ്യുന്നു, ഞാൻ ഇൻസൈഡ് കയറുന്നു, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? ഹുക്സ് അടിക്കാം. ഇൻ കേസ് എനിക്കത് പറ്റിയില്ല, എനിക്ക് വേണമെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യാം? പിവോട്ടും ചെയ്തിട്ട് പോവാം. അതായത് എനിക്ക് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാം. എന്നാൽ ചില സമയങ്ങൾ നമ്മളിപ്പോൾ ഒരു കോർണർ പൊസിഷനിലാണ് നിൽക്കുന്നത്, റോപ്പിൻ്റെ കോർണറിലാണ്. അവിടെ നമ്മൾ
ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മൾ അവിടെ ഹുക്ക് അടിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആദ്യം ചിന്തിക്കുക ആ പ്രഷറിൽ എനിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം. അത്തരത്തിലൊരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ ജാബ് എന്ന പഞ്ചാണ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ലെഫ്റ്റ് ലെഗിനെ ഫോർവേഡ് ചെയ്യുക, അയാളുടെ ഇടത്തെ സൈഡിലേക്ക് വെക്കുക, കട്ട് ചെയ്യുക. ഈ ഒന്നുകൂടെ നോക്കിക്കോളൂ. ജാബ് എന്ന പഞ്ച് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കാലിനെ എടുത്ത് വെക്കുക, കട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ഇവിടെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്തു, കുറച്ചു. അതായത് ലെഗ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്, സൗത്ത് പോന്ന് ഓർത്തഡോക്സിലേക്ക് വരുന്ന ആ ഒരു മൂവ്മെൻറ്റിനെ നിങ്ങളിവിടെ ചെയ്യേണ്ട. നിങ്ങളവിടെ സമയം ലാഭിച്ചു, നിങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അവിടെ കൗണ്ടർ അടിക്കാനുള്ളൊരു ഓപ്ഷൻ നിങ്ങളവിടെ ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷമേ ഉള്ളൂ. സപ്പോസ് അയാളുടെ പഞ്ചിനെ നിങ്ങൾക്ക് റൈറ്റ് ലെഗാണ് വെക്കുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുക, ഹുക്സ് അടിക്കുക. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളവിടെ ഒഴിവാക്കി. പറഞ്ഞു വന്നിരിക്കുന്നത് സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഏത് മൂവ്മെൻറ്റ് യൂസ് ചെയ്യണം, പിവോട്ട് തന്നെ ഏത് ലെഗ് വെക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്ത് ഇന്ന ലെഗ് തന്നെ വെക്കാവൂന്ന് ഏതെങ്കിലും ട്രെയിനർ അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ റൂൾസ് ഒന്നുമില്ല. ഇതേപോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലേക്കും. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പേടിയുള്ളൊരു സംഭവമാണ്. അതായത് കാലെടുത്ത് വെക്കാൻ. അതിന് റീസൺ എന്തെന്ന് വെച്ചാൽ എപ്പോഴും പഞ്ച് ഹോൾഡ് ചെയ്ത് നിൽക്കുക. നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പഞ്ച് ഓർത്തഡോക്സ് പൊസിഷനിൽ നിൽക്കുന്ന ആൾ ഹോൾഡ് ചെയ്ത് നിൽക്കുക. അപ്പം അഥവാ വണ്ണിനെ മിസ് ചെയ്തിട്ട് ഇൻസൈഡ് കയറിയാലും നമ്മൾ ഈ പഞ്ച് അവിടെ എത്താൻ കുറച്ചൊരു സമയം എടുക്കും, അല്ലെങ്കിൽ അത് അത്ര എളുപ്പമല്ല. എന്നാൽ ഈ വണ്ണിനെ മിസ് ചെയ്ത് അയാൾ ഇൻസൈഡാണ് കയറണമെങ്കിൽ അവിടെ 2 ലാൻഡ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ 6 വരും. അപ്പോൾ വലത്തെ സൈഡിലേക്ക് നിങ്ങളുടെ ഒപ്പണൻറ്റ് വരാനുള്ളൊരു ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സമയം ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ സ്കില്ലുള്ള, അതായത് കുറച്ചധികം കാലത്തെ എക്സ്പീരിയൻസും അതേപോലെ ധൈര്യവും ഉള്ള ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്ന റൈറ്റ് സൈഡിലേക്ക് ധൈര്യപൂർവ്വം വരും. ഞാൻ തുടക്കക്കാർക്കുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഈ വീഡിയോ കാണില്ല. അപ്പം എപ്പോഴും ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. എനിക്ക് ഇനിയൊരു വീഡിയോ ഉണ്ടാക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സാധനത്തിനേക്കും മാറ്റി പറയും. ബൈ സ്റ്റേജാണ് ഞാൻ ഈ വീഡിയോസിനെ കൊണ്ടുപോകുന്നത്. അഡ്വാൻസ്ഡിന്ന് താഴത്തേക്കല്ല പോകുന്നത്, താഴത്തുനിന്ന് അഡ്വാൻസിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. താങ്ക് യു.